ഇനി വോട്ടെടുപ്പിന് ഏതാണ്ട് 27 നാൾ മാത്രമാണ്. കേരളത്തിൽ ഇരു മുന്നണികളും സജീവമായ പ്രചരണത്തിലാണ്. ഒപ്പം BJPയും പ്രചാരണത്തിൽ സജീവമായുണ്ട്. 5 വട്ടം എറണാകുളത്തെ പ്രതിനിധീകരിച്ച കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയായ ശ്രീ KV തോമസ് റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. ഒരുപക്ഷെ വലിയ പ്രചാരണം നടക്കുകയാണ്. ദീർഘകാലമായി കോൺഗ്രസിൻ്റെ എല്ലാ പ്രചാരണത്തിൻ്റെയും മുൻതൂക്കം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? BJPക്കെതിരായി ഇന്ത്യയിലെ മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഇന്ത്യ മുന്നണി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നാം കാണുന്നത് ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഏതാണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ നിശ്ചലമായി നിൽക്കുകയാണ്. എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകേണ്ടതാണ് കോൺഗ്രസിൻ്റെ ചുമതല. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ചരിത്രപരമായി ഒരു ഭാഗത്ത് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി, മറുഭാഗത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി. ഇത് ചരിത്രത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുള്ളപ്പോൾ പോലും ഇവിടെ നിന്ന് ജയിക്കുന്ന ഇടതുമുന്നണിയുടെയോ അല്ലെങ്കിൽ UDFൻ്റെയോ ജനപ്രതിനിധികൾ ഡൽഹിയിലെത്തുമ്പോൾ BJPക്കെതിരായി മുന്നോട്ട് പോകണം. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മനസ്സിലാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല. വയനാട്ടിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്? ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല, 2019 പറഞ്ഞതാണ്. കാരണം മുന്നണി ഒറ്റക്കെട്ടായിട്ട് പോകണം. ഇന്ത്യ മുന്നണി BJPക്കെതിരായിട്ടുള്ള നീക്കത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനും CPMനും ഇടതുമുന്നണിക്കും UDFനും ഒക്കെ ഒരു ഉത്തരവാദിത്തമുള്ളത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. ജനപ്രിയനാണ് ജനങ്ങളുടെ മുമ്പിൽ. ആ രാഹുൽ ഗാന്ധി എന്തിന് വയനാട് വരുന്നു? ഇപ്പോൾ ആനി രാജയ്ക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ ആനി രാജയ്ക്കെതിരെ ആനി രാജ വരണ്ടേ? ആനി രാജ CPIയുടെ സമന്വിതയായ നേതാവാണ്. അവർക്ക് മത്സരിക്കാവുന്ന സ്ഥലം കൂടിയാണ് വയനാട്. രാഹുൽ ഗാന്ധിക്ക് അതല്ലല്ലോ. അതുമാത്രമല്ല, കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്ന തലമൂർത്ത പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ടു പോകുന്നു. പോകുന്നവരൊക്കെ പോയിക്കോട്ടെ, ഇതിനു മുമ്പേ പോകേണ്ടതാണെന്ന ഒരു അഭിപ്രായമാണ് ബോംബെയിൽ ഇതുപോലെ രാഷ്ട്രീയ ചലനങ്ങളുണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇമ്മച്യൂരിറ്റി, ദീർഘകാലമായ കാഴ്ചപ്പാടില്ലാത്തത്, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസ് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വലിയ രീതിയിൽ തെറ്റാണെന്ന് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? അതാർക്കും മനസ്സിലാവുന്നില്ലല്ലോ. ഇതിനെ യോജിപ്പിച്ച് നിർത്തേണ്ട രാഹുൽ ഗാന്ധിയോട് ആർക്കും വഴക്കില്ല. ഇപ്പോൾ എങ്ങനെയാണോ ഇന്ദിരാഗാന്ധിയെ കണ്ടത്, രാജീവ് ഗാന്ധിയെ കണ്ടത്, പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നയിച്ച സോണിയാഗാന്ധിയെ കണ്ടത്, എല്ലാവരും അവർ പറയുന്നതാണ് അവസാന വാക്ക്. ഇന്ന് അതല്ല. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് തൃപ്തികരമായ മറുപടി പല പ്രശ്നങ്ങളും കൊടുക്കാൻ. ഉദാഹരണം, ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം. എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്? ഒരു ഭാഗത്ത് കോൺഗ്രസ് പറയുന്നു ഇത് കൊണ്ടുവന്ന സമയം, ഇത് കൊണ്ടുവന്ന രീതി, ഇത് രാഷ്ട്രീയവൽക്കരിക്കൽ എന്ന് പറയുമ്പോൾ കമൽനാഥിനെ പോലെ മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ സമ്മന്നതരായ നേതാക്കൾ ഈ രാമക്ഷേത്രത്തിലേക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കുകയാണ്. ഇസ്രയേൽ പാലസ്തീൻ ഇഷ്യൂ, സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കോൺഗ്രസിന് വ്യക്തതയുണ്ട്. മഹാത്മാഗാന്ധിക്ക് വ്യക്തതയുണ്ട്. ഇസ്രയേൽ വരുന്നതോടൊപ്പം തന്നെ പാലസ്തീനും വരണം. എന്തുകൊണ്ട് ആ കാര്യത്തിൽ വ്യക്തത എടുക്കുന്നില്ല? മാത്രമല്ല, പണ്ഡിറ്റ്ജിയുടെ കാലഘട്ടം മുതൽ, നമ്മൾ ചൈനയുമായി ഏറ്റുമുട്ടിയ കാലഘട്ടം മുതൽ ഒരിക്കലും ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിരുന്നില്ല. കാരണം ഇസ്രയേലിന് കൊടുക്കുന്ന എല്ലാ സഹായവും പാലസ്തീനെതിരാണ്. ഇപ്പോൾ തന്നെ ഒന്നും പൗരത്വ ഭേദഗതി ബില്ല്. എന്താ കോൺഗ്രസിൻ്റെ സമീപനം? കോൺഗ്രസിന് എന്തുകൊണ്ട് വ്യക്തതയോട് പറഞ്ഞുകൂടി ഇത്തരം കാര്യങ്ങൾ? ഒരു വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് BJPയുടെ ഈ മത തീവ്രതയ്ക്കെതിരായി ഒരു വികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ദിവസം ഈ ദുഃഖ ആഴ്ചകളിൽ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി BJPക്കെതിരായി ശബ്ദമുയർത്തുക. അത് രാഷ്ട്രീയ നിലപാടല്ല, അവർക്കും ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാട് വന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അതേ നിലപാടുള്ള ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയും. താങ്കൾ കോൺഗ്രസുമായി വേർപിരിഞ്ഞു, ഇടതുപക്ഷത്തിന് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ എന്താണ് ചെങ്കൊടി ഏന്താൻ മടിക്കുന്നത്?
അത് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല. ഞാൻ അന്നും എന്നും പറഞ്ഞു, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൽ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. ഞാൻ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലത്ത് എല്ലാ വർഷവും ഏറ്റവും ഒരു സെമിനാർ നടത്തും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റെക്കുറിച്ച്. അത് ഇന്നും പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു, മാഷ് നിലപാടെടുത്തു. ഇന്നും ഞാൻ AICC മെമ്പറാണ്. നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. എനിക്ക് കത്തുകൾ വരാറുണ്ട് AICC നിന്ന്. പക്ഷേ എന്നെ കയറ്റില്ല. എനിക്ക് മാത്രമല്ല, അങ്ങനെയുള്ള ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർ, അവരൊക്കെ പൊയ്ക്കോ, നിങ്ങളെ കയറ്റില്ല എന്ന് പറയുന്നൊരു നിഷേധാത്മക സമീപനം. ഞാനൊക്കെ ചെയ്ത തെറ്റെന്താ? ഇപ്പോൾ എന്നോട് പറഞ്ഞത് 2019 ആയപ്പോൾ മാഷ് 6 പ്രാവശ്യം മത്സരിച്ചാണ്. ഇപ്പോൾ എത്ര പ്രാവശ്യം മത്സരിക്കുന്നവർ സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്? അതുപോലെ മാഷ്ക്ക് എന്തോ ഒരു ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. എന്താ കേസിയുടെ നിലപാട്? കേസ് രാജ്യസഭാ മെമ്പറാണ്, പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്, സംഘടനാ കാര്യങ്ങൾ നോക്കേണ്ടവണ്. അദ്ദേഹം എന്തിനാ ആലപ്പുഴ അതൊന്ന് മത്സരിക്കുന്നത്? അതെന്ത് സാഹചര്യത്തിൽ, അതിനെന്ത് നീതിയാണ് ഉള്ളത്? അപ്പോൾ ഇത്തരം അവർക്ക് ഇഷ്ടമില്ലാതെ പൊയ്ക്കോട്ടെ, ഞങ്ങൾ തന്നെ ഇത് കൊണ്ടു കിടന്നോടാം എന്നൊരു സമീപനമാണ് കോൺഗ്രസിനെ തകർക്കുന്നത്. അങ്ങേ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിൻ്റെ പ്രധാന ലക്ഷ്യവും ചില സ്ഥാനങ്ങളായിരിക്കാം, പാർട്ടിയിലെ ചില പദവികൾ ഞാൻ ചോദിച്ചില്ലല്ലോ. ഞാൻ ഇവരോട് ചോദിച്ചത് ഉമ്മൻചാണ്ടി എന്നുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ, എനിക്ക് സീറ്റുണ്ടോ? അവസാന നിമിഷം സെൻട്രൽ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടുന്ന നിമിഷം, അവസാന നിമിഷം വരെ പറഞ്ഞ മാഷുണ്ട്. പിന്നെ ഞാൻ TV-യിലാണ് കാണുന്നത്. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മാഷ്ക്ക് എന്തൊക്കെ സ്ഥാനങ്ങളാണ് കിട്ടേണ്ടത്? ഞാൻ ഓട് പഠിച്ച് പാർട്ടി വന്നതല്ലല്ലോ. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് മത്സരിച്ച് പാർട്ടിയിൽ ബൂത്ത് പ്രസിഡൻ്റായതിൽ വന്ന ഒരാളാണ്. ഞാൻ അവസാനം ചോദിച്ചത് പാർട്ടിയുടെ ഒരു പോസ്റ്റ്. അങ്ങനെയാണ് 2023 ഞാനിവിടെ അസംബ്ലിയിൽ മത്സരിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോൾ സോണിയാഗാന്ധി വിളിച്ചിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് നേതൃത്വത്തെ കാണാൻ പറഞ്ഞു. അപ്പോൾ നേതൃത്വം പറഞ്ഞു, മാഷ് ബുദ്ധിമുട്ടുണ്ട്, നമ്മളൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, മാഷ്ക്ക് സീറ്റ് വരുന്നതല്ല, അതുകൊണ്ട് മറ്റു പലർക്കും കൊടുക്കും. ഞാൻ സമ്മതിച്ചു. എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി. ആ തിരഞ്ഞെടുപ്പിൽ തോറ്റിന് എന്നെന്തിനാണ് മാറ്റിയത്? മുല്ലപ്പള്ളിയെ മാറ്റിയ മനസ്സിലാക്കി. എന്നെന്തിനാണ് മാറ്റിയത്? അപ്പോൾ ഇവർക്ക് എന്നെപ്പോലെ കുറേ ആളുകളെ ഇതിൽ നിന്ന് പുറത്താക്കണം. അവരെ ചവിട്ടി പുറത്താക്കുവാണ്. എന്നെ മാത്രമല്ല, ഒത്തിരി ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് നിൽക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ BJP-യിലേക്ക്, കെ കരുണാകരൻ്റെ മകൾ പത്മജ ഉൾപ്പെടെ BJP-യിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമാണ്. CPM-ലേക്ക് ഇനി കൂടുതൽ നേതാക്കൾ വരാനുള്ള സാധ്യതയുണ്ടോ? അത് CPM തീരുമാനിക്കുന്നത്. CPM വാതിലുകൾ തുറന്നു വെച്ച് ജനാധിപത്യ വിശ്വാസികളോട് BJPക്ക് എല്ലാ ഫൈറ്റിൽ ഒന്നിച്ചു ചേരണം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകളുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ അവരൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അവരെല്ലാം ശക്തി പകരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ്. ഒന്ന് നമുക്കറിയാം, മതന്യൂനപക്ഷങ്ങൾ വലിയ ആശങ്കയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും മോദി സർക്കാർ അധികാരത്തിലെത്തുകയാണെങ്കിൽ അവർക്ക് നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാകുമെന്ന ആശങ്കയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ ആർക്കനുകൂലമായി ചിന്തിക്കുമെന്നാണ് കരുതുന്നത്? ഒന്ന്, BJP വിരുദ്ധം. രണ്ട്, ആ BJP വിരുദ്ധത്തിൻ്റെ മറ്റൊരു വശം, അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിന് വ്യക്തതയില്ല. ഇപ്പോൾ പിന്നെ വ്യക്തി നിയമം കോൺഗ്രസിന് വ്യക്തതയുണ്ടോ? ഇപ്പോൾ നമ്മുടെ വിദേശത്ത് നിന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായ സംഘടനകൾക്ക് സഹായം വരുന്നുണ്ട്. പൂർണ്ണമായി വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനെന്താ കോൺഗ്രസിൻ്റെ നിലപാട്? രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? ഇപ്പോൾ തന്നെ പല മുസ്ലിം ദേവാലയങ്ങളും അത് പണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുക. അതിനെന്താ നിലപാട്? അപ്പോൾ കോൺഗ്രസിന് വ്യക്തതയില്ല. ആ വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മിനിമം അവർക്ക് നോക്കാവുന്ന ഇടതുപക്ഷത്തിലേക്കാണ്. ഈ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താനുള്ള പലതരത്തിലുള്ള ശ്രമം കേരളത്തിൽ BJP നടത്തി. ദേശീയ നേതാക്കളെ അടക്കം ഇവിടെ എത്തിച്ച് അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു. അത്തരം വാഗ്ദാനങ്ങൾ ഒരു സംരക്ഷണ ക്രൈസ്തവ സമൂഹം BJP നേതൃത്വത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ അവർ ചിന്തിച്ചു പോകും. ന്യൂനപക്ഷ സമുദായങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങളൊന്നും ആർക്കെങ്കിലും എതിരല്ല. അവർ സ്വയം സംരക്ഷിക്കപ്പെടണം. അതാ പ്രശ്നം. BJP വന്നപ്പോൾ അവരൊന്നും BJPക്ക് എതിരായിട്ട് ഇറങ്ങിയ ആളുകളല്ല. പക്ഷെ അടുത്ത കാലത്ത് ഇന്ത്യയിലുണ്ടായ പ്രശ്നങ്ങൾ, മണിപ്പൂരുണ്ടായ പ്രശ്നങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ ഒന്നൊന്നായി തകർക്കപ്പെടുന്ന സാഹചര്യം, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടന്നു കയറുന്ന സാഹചര്യം, ഇതൊക്കെ വന്നപ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അവരിങ്ങോട്ട് നോക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, അവരൊന്നും ഒറ്റപ്പെട്ടതല്ല. ഇപ്പോൾ ചില കാര്യങ്ങളിൽ ജർമ്മനിയും അമേരിക്കയൊക്കെ ഇന്ത്യയിലെ നിലപാടുകൾ, ഗവൺമെൻറ് നിലപാടുകൾ ശരിയല്ല എന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ കാരണം ഇത് ലോക കമ്മ്യൂണിറ്റിയാണ്. ലോക കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് മാറിയിരിക്കാനൊക്കത്തില്ല.
അത് നന്നായിട്ട് അറിയുന്ന ആൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. കേരളത്തിൽ സഭകളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. സ്വാഭാവികമായി ഈ തവണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സഭകളെ ഇടതുപക്ഷത്തിന് അനുകൂലമായി അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞാൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പോകുന്ന ഒരാളല്ല. പണ്ട് ജയിക്കപ്പെടാൻ പറയാറുണ്ട്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജനങ്ങളോടൊപ്പം നിൽക്കും. ഞാനിവിടെയുള്ള ക്രൈസ്തവ സമൂഹങ്ങൾക്ക്, ന്യൂനപക്ഷ സമുദായങ്ങളോട് ഒക്കെ ബന്ധപ്പെടുന്നത് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലല്ല. അതിനു മുമ്പ് തന്നെ അവരുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ, കോളേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ, അവരുടെ സഹായങ്ങളുടെ പ്രശ്നം, ഇതെല്ലാം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അല്ല തിരഞ്ഞെടുപ്പ് കണ്ട് തലേ ദിവസം ചെല്ലുന്ന ആളല്ല ഞാൻ. അപ്പം താങ്കളുടെ ഇടപെടൽ സ്വാഭാവികമായും നിർണായകമാണ് ഈ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി, അല്ലെങ്കിൽ അത്തരമൊരു വോട്ട് ആ തരത്തിൽ കോൺഗ്രസിന് അനുകൂലമായി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെ അടക്കം തിരിച്ച് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ചിന്തിപ്പിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ? തുറന്ന മനസ്സും തുറന്ന കണ്ണുമുള്ളവരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ, കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ. അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ, അവർക്കറിയാമല്ലോ എന്താ ചെയ്യേണ്ടത് എന്ന്. ഇവിടെ ഉള്ള പ്രശ്നം എന്താ? മതേതരത്വം തകർക്കപ്പെടുന്നു, പൗരത്വം തകർക്കപ്പെടുന്നു. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ആർക്ക് കഴിയും? കോൺഗ്രസ്സിന് കഴിയുന്നില്ല. മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം, മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടത്തിയ അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ നീണ്ട പ്രസംഗം, എല്ലാവരും ശ്രദ്ധിച്ച പ്രസംഗമാണ്. പൗരത്വത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം വ്യക്തതയില്ല ഇത് കാണിക്കുന്നത്. എവിടെ നിൽക്കുന്നു ഈ ഗവൺമെൻറ്? കേരള ഗവൺമെൻറ് എവിടെ നിൽക്കുന്നു? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ നിൽക്കുന്നു? CPM അവിടെ നിൽക്കുന്നു, CPI എവിടെ നിൽക്കുന്നു? വളരെ വ്യക്തത. അവർ ഇത്തരം പ്രവണതകൾ BJPയുടെ ഏകപക്ഷീയമായ ഹിന്ദു തീവ്രതയ്ക്കെതിരെ, തീവ്ര ഹിന്ദുത്വത്തിനെതിരായി ഉള്ള നിലപാട് അവരും എടുത്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ അങ്ങ് കേന്ദ്രത്തിൽ സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ദില്ലിയിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായി, കാര്യങ്ങൾ സംസ്ഥാനത്തിന് അനുകൂലമായി വരുന്നു. പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം, കേന്ദ്രമന്ത്രിമാരുമായുള്ള അടുപ്പം, പലപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇടയ്ക്കൊക്കെ പിണറായി വിജയനും BJPയുമായുള്ള ഒരു പാലം, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുമായുള്ള പാലമാണ് ശ്രീ KV തോമസ് എന്നാണ്. അങ്ങനെ ഒരു ആരോപണത്തിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം BJP നേതാവിനപ്പുറത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇവിടെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം നടന്നത് ജന്തർ മുമ്പിൽ. ഞാൻ ഡൽഹിയിൽ പോയിട്ട് 50 വർഷമായി. ഇതുപോലെ 3 മുഖ്യമന്ത്രിമാർ വന്ന് ജനശ്രദ്ധ ആകർഷിച്ച ഒരു സമരം ഡൽഹിയിൽ നടന്നിട്ടില്ല. അത് പിണറായി വിജയൻ്റെയും CPMൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഒരു കാഴ്ചപ്പാടാണ്. അതേ സന്ദർഭത്തിൽ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് സംവാദം നടത്തുന്നത്, സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി? സംസ്ഥാനത്തിന് വേണ്ടി. അത് കുറേയൊക്കെ ഫലപ്രദമായി നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ വളരെ തുറന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും അതിവേഗതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ദേശീയപാത നമ്മൾ ഓർക്കണ്ടേ, ഇവിടെ യുണാനിമസായിട്ട് നിയമസഭ 30 മീറ്റർ മതി. നമ്മുടെ ദേശീയപാത പറഞ്ഞ സ്ഥലത്താണ് 45-70 പോവുകയാണ്. ആകാശപാത വരുവാണ്. നമുക്ക് തിരുവനന്തപുരത്തെ എയർപോർട്ട് വികസിക്കുന്ന നടപടികൾ എടുത്തുകൊണ്ട് പോകുന്നു. നമ്മുടെ തുറമുഖങ്ങളുടെ വികസനം നടക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടക്കുന്ന കാലഘട്ടമല്ലേ കൊച്ചിൻ. നമ്മുടെ മെട്രോ അതിൻ്റെ 2ാമത്തെ ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച്, അതേ സമയത്ത് സാമ്പത്തിക പരിമിതികളുണ്ടെങ്കിലും സാമൂഹ്യ പെൻഷനുകളൊന്നും നിർത്തിവെച്ചിട്ടില്ല. ഈ മതന്യൂനപക്ഷങ്ങൾ BJP വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികമായും ചിന്തിക്കാൻ കഴിയുന്നത്, അവർ നിലപാട് സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയാണ്. സംശയം എന്താ ഉള്ളത്? അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ അവരുടെ ദേഹത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അടിച്ചേൽപ്പിക്കാനാക്കില്ല. അവർക്കറിയാം എന്താ നിലപാട്, അവരെടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? അവർ ദേശീയ തലത്തിൽ അവരുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം CPM അവരോടൊപ്പം അവർക്ക് കുടപിടിക്കാൻ, അവർക്ക് തണലേകാൻ, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുക. തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങൾ അവരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ്. സംരക്ഷണം നൽകുക ഇടതുപക്ഷമാണെന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയായ KV തോമസ് റിപ്പോർട്ടർ TVയോട് പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ R. റോഷി പാൽ. ഇൻ റിപ്പോർട്ടർ, കൊച്ചി.